മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് എന്ത് വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് മുന്നെയാണ് ഹോൾ വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഉർബാനിക് ഹോൾ ചെയ്തിട്ടുണ്ട് ടോപ്സിന് അഫോർഡബിൾ ആയിട്ട്. അതുപോലെ തന്നെ മീഷോ കുർത്ത ഹോളും ചെയ്തിട്ടുണ്ട്. പിന്നെ മീഷോൻ്റെ ടോപ്പ് ഹോളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ഹോളാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും അടിപൊളി കാര്യം എന്ന് വെച്ചാൽ എല്ലാ ടോപ്പും ഇതിൽ 280 താഴെയാണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ടോപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ എന്നെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇപ്പം ഞാൻ കൂടുതൽ ഡ്രസ്സ് എടുക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നോ രണ്ടോ നല്ലൊരു ജീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പാൻസ് ഉണ്ടാവും. അതിന് കൂടെ ഞാൻ ഒരുപാട് ടോപ്പ് എടുക്കും. എന്നിട്ട് ഞാൻ ടോപ്പ് ഇങ്ങനെ മാറ്റിയാണ് ഇടാറ്. കാരണം എനിക്ക് അതാണ് കൂടുതൽ നന്നായിട്ട് തോന്നാറ്. അപ്പോൾ അത് അഫോർഡബിളും ആണ്. നമുക്ക് അന്ന് ഒരുപാട് ഡ്രസ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കാറുള്ളൂ. ഇപ്പോൾ അഫോർഡബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അങ്ങനെ ചീത്ത ക്വാളിറ്റി ഒന്നും അല്ല, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇത് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പിങ്ക് പാന്തറിന് എഴുതിയിരിക്കുന്ന ഒരു ലൂസ് ടീഷർട്ടാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പ്. ഞാൻ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം. ദേ പിങ്ക് പാന്തറിന് എഴുതിയിരിക്കുന്ന ഈ ടോപ്പാണ്. അപ്പം നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ഇപ്പം നമുക്ക് നല്ലോണം ട്രാവൽ ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിന് ഞാൻ എന്തായാലും റേറ്റ് ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. എന്താണെങ്കിലും 280 താഴെയാണ്. ഞാൻ എന്തായാലും സ്ക്രീനിൽ റേറ്റ് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ സുഖമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വാഷ് ചെയ്തിട്ടും ഇതിന് കളറിനൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ അങ്ങനെ മെറ്റീരിയലിനും പ്രശ്നമില്ല. പിന്നെ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കൂടുതലും ടോപ്പും ഒക്കെ എടുക്കുന്നത് പിങ്ക് കളർ, വൈറ്റ് കളറൊക്കെയാണ്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം എന്നില്ല. ഇപ്പം നമുക്ക് ഡീപ്പിനൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇതിലില്ല. ഞാൻ എന്തായാലും ഇതിട്ടിട്ടുള്ള മൊത്തം ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസ് ലാസ്റ്റ് ആയിട്ട് ആഡ്. അപ്പം നെക്സ്റ്റ് ടോപ്പ് എൻ്റെ ഈ ഓറഞ്ച് ടോപ്പാണ്. ഇതിനും 280 താഴെയാണ്. ഇതാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഫുൾ സ്ലീവ് ടോപ്പാണ്. ഇതിന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു റിബ്ഡ് മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. ഇതും ഞാൻ വാഷ് ചെയ്തിട്ടോ, ഇത് ഞാൻ ഇട്ടിട്ട് വാഷ് ചെയ്തതാണ്. ഒരു കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ സ്ക്വയർ നെക്കാണ് വരുന്നത്. ഇതിൻ്റെ സൈസും പ്രൈസും ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഇതാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് ടോപ്പ്. നല്ല ക്വാളിറ്റിയാണ്, ഒരു പ്രശ്നമില്ല. ഈ റിബ്ഡ് മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും നോക്കാൻ നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ ക്രോപ്പ് ടോപ്പ് ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഹൈ വേസ്റ്റ് ജീൻസ് കിട്ടുമ്പോൾ കറക്റ്റ് ആ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. തീരെ ക്രോപ്പ് ടോപ്പ് അല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ കളർ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൂ കളർ ടോപ്പാണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷേ ഇടണം എന്ന് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് എനിക്ക് ചിലപ്പോൾ പുറത്ത് പോകാനൊക്കെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് ടോപ്പിട്ട് പുറത്ത് പോകാനൊരു ടൈം കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ അതെന്തായാലും ഞാൻ നോക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ ഞാൻ എന്തായാലും ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഇതൊരു ക്രോപ്പ് ലെങ്ത് ആട്ടോ വരുന്നത്. ഞാൻ ഇതിൻ്റെ ടാഗ് പോലും കളഞ്ഞിട്ടില്ല. സൈസ് മീഡിയം ആണ് ഇതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും ഫുൾ സ്ലീവ് ആണ്, കാരണം എനിക്കിപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് 2-3 ഫുൾ സ്ലീവ് ടോപ്പ് എടുക്കാമെന്ന്. ഇതും റിബ്ഡ് മെറ്റീരിയലാണ്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അടുത്തുനിന്ന് കണ്ട റിബ്ഡ് മെറ്റീരിയലാണ്, ഫുൾ സ്ലീവ്. ഇത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോപ്പ് ടോപ്പ് ലെങ്ത് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ലെങ്ത് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടി വരും. ഇത് ക്രോപ്പ് ടോപ്പ് ലെങ്തേ ഉള്ളൂ. പക്ഷേ സംഭവം ആക്ച്വലി അടിപൊളിയാണ്, നല്ല മെറ്റീരിയലാണ്. പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വാഷ് ചെയ്തിട്ട് എന്തായിരിക്കും അതിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ മറ്റേ രണ്ട് ഇതും ഓറഞ്ച് ഞാൻ വാഷ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ടോപ്പ് എൻ്റെ. കോംബോ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു ബ്ലാക്കും വൈറ്റും ടീ. ഇതാണ് ആ ബ്ലാക്കും വൈറ്റും കോംബോ വരുന്ന ടീ. രണ്ടും സെയിം ആണ്. ഇത് ഞാൻ കുറച്ച് എനിക്കിങ്ങനെ നമ്മൾ ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ബോഡി ഹഗ്ഗിങ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ സൈസാണ് എടുത്തിരിക്കുന്നത് ഇതിന്. ഇത് രണ്ടും കൂടി എനിക്ക് 200 ബിലോണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഓഫറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒട്ടും ചീത്തയല്ല, നല്ല മെറ്റീരിയലാണ്. പിന്നെ വൈറ്റിലെന്ന് വെച്ചാൽ കുറച്ച് സീത്രൂ മെറ്റീരിയലാണ്. പക്ഷേ ഞാനത് ലൈക്ക് നമ്മൾ ഉള്ളിലിട്ട് ജാക്കറ്റൊക്കെ ഇടാനാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് ഈ സംഭവം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. നല്ല ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ജീൻസും ഇങ്ങനത്തെ ടോപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഇടാം. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇടാം. അത് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ ഇടാം. ഞാൻ അങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ ഇട്ടത്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ഫോട്ടോ എന്തായാലും ഇട്ടേക്കാം. പിന്നെ അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് ക്രോപ്പ് ലെങ്ത് അല്ല കേട്ടോ, ഇത് ക്രോപ്പ് ടോപ്പ് ലെങ്ത് അല്ല, അല്ലാതെ വരുന്ന ലെങ്ത്താണ്. നോർമൽ
ടീൻ്റെ ലെങ്താണ് വരുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രൈസ് ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പ് ഇതാണ്. ഇതെൻ്റെ ഭയങ്കര വൃത്തികെട്ട ടോപ്പായിരുന്നു. ബാക്കി എല്ലാ ടോപ്പും നല്ലതാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടോപ്പല്ല വന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് ഭയങ്കര അലമ്പാണ്. അലമ്പെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികെട്ട ടോപ്പാണ്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ബോറാണ്. എനിക്ക് പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം, പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ടോപ്പ് വെച്ചിട്ട് ഞാൻ റിട്ടേണും ചെയ്തില്ല. മേ ബി ഞാനിത് വല്ല വീട്ടിലേക്ക് ഇടുമായിരിക്കും, ഇങ്ങനെ നോർമൽ വീലിടുന്ന പോലെ യൂസ് ചെയ്യുമായിരിക്കും. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ബോറ് മെറ്റീരിയലാണ്. ഇത് ഞാൻ ഇട്ടിട്ട് എന്തായാലും കാണിക്കാം. ഇത് ആരും വാങ്ങേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ എന്തായാലും വാങ്ങിയതുകൊണ്ട് കാണിച്ചാണ്. ഇനി ഇങ്ങനത്തെ സംഭവം ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. ആ ഒരു സൈറ്റിൽ നിന്ന് ആരും വാങ്ങിക്കണ്ട. ഫ്ലിപ്കാർട്ടിന് തന്നെ ആ ഒരു ടോപ്പ് ആരും വാങ്ങിക്കേണ്ട, ഭയങ്കര ബോറാണ്. അതുകൂടി പറയാനാണ് ഞാനിത് കാണിക്കുന്നത്. ഞാൻ ഇട്ടിട്ട് എന്തായാലും കാണിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ്. പിന്നെ ഞാനൊരു കുർത്ത ടൈപ്പ് ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ വീഡിയോ ഇവിടെ എന്തായാലും ആഡ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഷോർട്ട് കുർത്ത ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കത് മാച്ച് ആവുന്നത്. അതാണ് അതിനേക്കാളും വലിയ കാര്യം. കാരണം ഞാൻ ഇതുവരെ ഷോർട്ട് കുർത്തി ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് കോളേജിൽ എപ്പോഴും സെയിം ലോങ് കുർത്തി ഇട്ടിട്ട് മതിയായതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഷോർട്ട് കുർത്തി എടുത്തത്. അപ്പോൾ അതും 170 സംതിങ് ആയിരുന്നു, 69 അങ്ങനെ എന്തോ ആയിരുന്നു. അത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കുർത്തി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് കുർത്തി. നല്ല ഡിസൈനാണ്, ഒട്ടും സീത്രൂ മെറ്റീരിയൽ അല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്തതാണ്, എന്നിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹാഫ് സ്ലീവാണ്, പിന്നെ നെക്കും നല്ല നെക്കാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇട്ടിട്ട് പോകാം.